കനക എടാ കനക ഇതെന്താ കേക്കാത്തത്? ഇത് കേക്കുന്നില്ലെന്ന് പിന്നെ റേഡിയോ എടാ ഈ റേഡിയോയിലാ ഒച്ച ഇപ്പൊ കേക്കണില്ലെന്ന്. ശരിയാക്കിക്കൊണ്ടല്ലേ വന്നത്. ശരിയാക്കിയല്ലേ തന്നല്ലേ ശരിയാക്കി ഇവിടെ ഞാൻ എടുത്ത് നോക്കിയപ്പോ ശരിയായിട്ടില്ലല്ലോ. നീ എങ്ങനെ ശരിയാക്കും? നീ എവിടാ ഞെക്കിയത്? ഇവിടെ അല്ലേ? ഹലോ, ഇത് ഞാൻ കുറെ കടകളിൽ കയറി ഇറങ്ങിയപ്പോ ഇത് ശരിയാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സാധനം നീ ഒന്ന് ശരിയാക്കി എന്ന് പറഞ്ഞാ കളിയാക്കുന്നടേ. ആവശ്യമില്ല സംസാരിക്കരുത്. പിന്നെ എന്ത് റേഡിയോ ഒന്നും മിണ്ടാതെ ഓഫീസിൽ എന്നെ വിളിച്ചിരുന്നോ? പാട്ട് കേൾപ്പിച്ചായിരുന്നോ? റേഡിയോ ശരിയായെന്ന് പറഞ്ഞായിരുന്നോ? കേട്ടോ, പിന്നെന്താ കുഴപ്പം? ഞാനിവിടെ ശരിയാക്കി കൊടുത്ത സാധനമാണ് ഇല്ലാതാക്കിയ. അവളെ എവിടെ പിടിച്ച് ഞെക്കിയിട്ടുണ്ട്? അത് കണ്ടു ഞാൻ എനിക്ക് അറിയാൻ പാടില്ല എന്റെ അച്ഛന്റെ റേഡിയോ എന്താ ചെയ്യേണ്ടതെന്ന്. നോക്ക് ഇവിടെ ഓൺ ചെയ്ത് നോക്കടാ. ഞാൻ ശരിയാക്കി കൊണ്ട് കൊടുത്തു. എനിക്ക് പറ്റില്ല, എനിക്ക് ആ ഒച്ചയെങ്കിലും കേൾക്കണം. മര്യാദക്ക് ശരിയാക്കി താ. എന്താ ഇതിനകത്ത് ഒച്ച ഉണ്ടായില്ല. എന്താ ചെയ്തിട്ടുണ്ട് അതിനകത്ത്? ഞാൻ ഈ റേഡിയോ അവിടെ കൊണ്ടുവച്ചു ശരിയാക്കിട്ട് അവിടെ കേൾപ്പിച്ചാണ്. അയ്യോ ശരിയായി. അളിയന്റെ ഫോണാണ്. അല്ലടേ പാട്ട് നമ്മുടെ റേഡിയോയിലാ. പേടിച്ചു പോയ ലോകത്ത് ആര് വിചാരിച്ചാലും ശരിയാത്ത റേഡിയോ അല്ലേ? എന്റെ ആങ്ങളെ പുഷ്പം പോലെ ശരിയാക്കിയത് കണ്ടോ നിങ്ങള്? അച്ഛന്റെ ഓർമ്മയെ ഇങ്ങനെ മനസ്സിലുണ്ട്. നീ ഒരു കാര്യം ചെയ്യണം, നമ്മൾ അച്ഛനെ ധ്യാനിക്കണോടി. അച്ഛനെ എപ്പോഴും അല്ലേ അമ്മേ? മനസ്സിൽ ധ്യാനിച്ചിട്ട് നീ ഓൺ ചെയ്ത് കിട്ടിയത് അത് വളരെ ഈസി അല്ലേ? വേറൊരു കാര്യം പറഞ്ഞു. ഒരു മിനിറ്റ്, മീര ചേച്ചിയുടെ നമ്പറിൽ നശിപ്പിച്ചിട്ടായിരുന്നു കൂവി വിളിക്കാൻ. ഹലോ മേരി ചേച്ചി, കൊണ്ടുവരട്ടെ. ആ സാധനം കൊണ്ടുവരാൻ ശരിയാക്കി തരും. ഓ ഇപ്പൊ തന്നെ കൊണ്ടുവരൂ. ശരി ശരി ശരി. എടാ മേരി ചേച്ചി ഇല്ലേടാ കുടുംബശ്രീയിലുള്ള, നീ എന്നെ ഫോൺ ചെയ്തില്ലേ KCB-ന്ന് റേഡിയോ ശരിയായെന്നും പറഞ്ഞ്. അപ്പൊ ഞാൻ കുടുംബശ്രീയിൽ നിൽക്കായിരുന്നു. അപ്പഴാ പറഞ്ഞ മേരി ചേച്ചിയുടെ ഇൻഡക്ഷൻ കുക്കർ ചീത്തായി പോയി. ഞാൻ പറഞ്ഞപ്പോ നീ ശരിയാക്കി തരുമെന്ന്. ഇപ്പൊ കൊണ്ടുവരും. ഒന്ന് ശരിയാക്കി കൊടുക്കണോട്ടാ. സൂക്ഷിച്ചേ. ഇതാണ് ഞാൻ പറയണത്. എന്റെ ആങ്ങളെ സംഭവം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടൂലല്ലോ. കണ്ട് പഠിക്കവൻ കൈ വെച്ച പൊന്ന.